ഇരുന്ന് കൊടുത്തേച്ചാ മതിയേ, ഞങ്ങൾ ഉറങ്ങും ഇപ്പൊ. ഉറങ്ങി നമ്മള് കിടക്കണ പോലെ തന്നെ അവനും കിടക്കും. ബാ ചാച്ചിക്കോ, ബാ. അങ്ങനെ കിടക്കൂല. കേറിയത് അറിഞ്ഞു പോലുമില്ലല്ലോ. ദേ ശങ്കരൻ വർത്താനം പറയാൻ പോവുകയാണ് അല്ലേ ഉണ്ണിക്കുട്ടാ? എന്താ ചോദിക്കാൻ പോണേ? ബിസ്ക്കറ്റ് വേണമെന്ന് ചോദിച്ചാൽ മതി. ബിസ്ക്കറ്റ് വേണോ ചോദിച്ചു. കണ്ടത്തിലാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. അവിടെ വെള്ളത്തിൽ പോയി കിടന്നോളൂ, പിന്നെ 5 മണി വരെ അവിടെ കിടന്നോളൂ. പിന്നെ നമ്മുടെ ഉണ്ണിക്കൊണ്ടൊരു സങ്കടം ഉണ്ട് അല്ലേ? അതെന്തായിരുന്നു? ആണല്ലോ, അവിടെ ഇറങ്ങി കിടന്നോളൂ. ഓ അതെ, അതാണ് ഇഷ്ടം. കിടന്ന് പതയ്ക്കും, കാലുകൊണ്ട് അടിക്കും വേണം. ഇത് സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നമ്മുടെ ശങ്കരനെ കുളിപ്പിക്കാനായിട്ട് പോയല്ലേ? കുളിപ്പിക്കാൻ പോയി. അതെങ്ങനെയാണ്? ഒരു രാജകീയ യാത്രയാണല്ലോ. ഞങ്ങൾ പൊക്കത്തിരുന്നാണ് പോണത്. നമ്മൾ അധികം അടുത്തേക്ക് അല്ലാണുള്ള ആൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നിൽക്കാം അല്ലേ? കയറാൻ പോണോ? അതേ ആളുടെ പുറത്ത് കയറാൻ പോവാണ്. കയറിയത് അറിഞ്ഞു പോലും ഇല്ലല്ലോ. നടന്നു വരുമല്ലേ? നടന്നോളൂ. എവിടെ കുളിപ്പിക്കാൻ പോണോ? ആ കുളത്തിലല്ലേ? അപ്പൊ അവിടത്തെ കുളത്തിൽ നമ്മള് ശങ്കരനെ കുളിപ്പിക്കണ ആ സീനൊന്ന് കാണാം. വാ. ദേ ഈ ഒരു കുളത്തിലാണ് കുളിക്കണേ അല്ലേ? ഇപ്പൊ മഴയൊക്കെ പെയ്ത് ഫുൾ വെള്ളമായിട്ടിരിക്കുകയാണ്. കുളി ഒന്ന് കാണാം. എങ്ങനെ ഇറങ്ങണം? അപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കല്ലേ? ഓക്കെ. അപ്പൊ ശങ്കരൻ ഇറങ്ങാൻ പോവാണ്. നമുക്ക് ആ കുളി ഒന്ന് കാണാം. ആഴം കൂടുതലാണ്. ആഴം കൂടുതലല്ലേ? ഇറങ്ങിയാൽ കേറാൻ പണിയായിരിക്കും. അവന് ഇതിലെ തന്നെ കേറും. കുളിക്കാൻ ഇഷ്ടല്ലേ? മഴയാണേലും കുളിക്കാൻ ഇഷ്ടം. മഴയാണേലും വെള്ളത്തിൽ പോയി കിടന്നോളൂ. ഫുള്ളായിട്ട് ഇറങ്ങി സന്തോഷം കൊണ്ട് ചാടി. ശങ്കരന്റെ മുഖം കഴുകിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങോട്ട് മാറ്റി മുഖം, ഇങ്ങോട്ട് മാറ്റിക്ക്. കൂളി കഴിഞ്ഞ് ശങ്കരൻ കേറി വരുന്നൊരു സീനാണ്. കൈ പിടിക്കല്ലേ? കുളി കഴിഞ്ഞ ആളാൻ കയറുവാണ്. ഈ മഴയാണേലും കുളിക്കാൻ ഇഷ്ടമല്ലേ? മഴയാണേലും ആകുമ്പോ അത്രയും മഴ പെയ്തിട്ടും അവിടുത്തെ വെള്ളത്തിൽ പോയി കിടക്കായിരുന്നു. അന്ന് കണ്ടപ്പോഴുള്ള ആളെ അല്ല, ശങ്കരൻ മാറിയില്ലേ അല്ലേ? ബാഹുബലിയിലെ ആ ഒരു ആളെയൊക്കെ പോലെ ഇതിനകത്ത് എഴുതിയേക്കണ നോക്കി, ഉണ്ണിക്കുട്ടന്റെ ശങ്കരൻ. ഇത് അന്നത്തെ തന്നെ കേട്ടോ, സംഭവം തന്നെ അല്ലേ? ഇപ്പൊ ഒരു ഗ്ലേസിംഗ് ഉണ്ട്. നോർമലായിട്ട് അവനൊരു ഗ്ലേസിംഗ് ഉണ്ടല്ലേ? അവന്റെ രോമം മൊത്തം പോയപ്പോ കുളിച്ചു വന്നതിന്റെ ഒരു ഗ്ലേസിംഗ് ഉണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്, ശങ്കരന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. എന്തായിരുന്നു? സംസാരിക്കും. ഞാൻ എന്ത് തിന്നാൻ ചോദിച്ചാൽ അത് വേണമെന്ന് വേണം. അത് നമ്മളിപ്പോ കണ്ടായിരുന്നു, മറ്റേ കഞ്ഞിവെള്ളം കൊടുത്തപ്പോ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കും. അതിപ്പോ കേൾക്കാൻ കേട്ടോ അല്ലേ? അതൊക്കെ കേൾക്കാം. അതെല്ലാം കേൾപ്പിക്കാം. ശങ്കരൻ വർത്താനം പറയും. അതൊക്കെ നമുക്ക് നമ്മുടെ ശങ്കരൻ ഇപ്പൊ പല്ലൊക്കെ വന്നോ? 2 വയസ്സ്. 2 വയസ്സായില്ല കേട്ടോ. ആള് കുഞ്ഞാണ് അല്ലേ? ആള് കുഞ്ഞാണ്, പക്ഷേ ഇനിയും വളരാൻ കിടക്കും. ചുളുക്കുണ്ട് ഇനിയും. അതൊക്കെ ഇനി റെഡിയായി വന്നോ അല്ലേ? മൊത്തം ഫില്ലാവും. അപ്പൊ ആള് കുഞ്ഞാണ്. ഒരു വരവും കൂടെ നമ്മൾ വരേണ്ടി വരും. കണ്ട, നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ്. എല്ലാരും വിളിക്കുമല്ലേ? കണ്ട, വിളിച്ചു കഴിഞ്ഞാൽ ആളെ നോക്കിയിട്ട് പോള്. അത്രേ ഉള്ളൂ. ശങ്കരൻ മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതാണ് അന്ന്. നമ്മളെ കണ്ട മനസ്സിലായോ? വാ. അപ്പൊ എന്തായാലും വീട്ടിലോട്ട് കയറാം. അപ്പൊ ഇവിടെ കെട്ടാൻ പോവാണ്. ഇവിടെ കെട്ടാല്ലേ? ഇവിടെ ഇവിടെ കിട്ടുന്നല്ലേ? രാത്രി തൊഴുത്തി അവരുടെ കൂടെ നിന്നോളൂ. വേറെ പശു ഉണ്ടല്ലേ? പശു ഉണ്ട്. പശുവിനൊക്കെ നമുക്ക് കാണാം. അന്ന് വന്നപ്പോ അവരൊക്കെ ചെറുതാണ്. അവരൊക്കെ ഇപ്പൊ നല്ല മിടുക്കന്മാരായി. ഈ പ്ലാവയിലാണ് കെട്ടുന്നത്. കലക്ക് കുടിക്കാൻ വരുമ്പോ ഇവിടെ. പക്ഷെ മഴ തൊഴുത്തൊന്നും ഇല്ലായിരുന്നപ്പോ മുതൽ ശങ്കരൻ ഇവിടെ കിടന്നാ വളർന്നത്. ഇപ്പൊ കൊച്ചിയിൽ ഒരു മസാജ് ഉണ്ട് ഇവിടെ. ചൊറിയും തന്നെ ഇവിടെ ഇട്ട്. ഇതാണ് മസാജ് സെന്റർ ആണ്. അവൻ തന്നെ മസാജ് ചെയ്യൂല്ലേ? ഇപ്പൊ തുടങ്ങാൻ പോണതേ ഉള്ളു. സ്റ്റാർട്ട് ചെയ്ത് ഒരക്കലാണ് ഫുള്ള് ഒരക്കലാണ് ശരീരം മൊത്തം. ലാഭമുണ്ട്. നമസ്കാരം പറയോ ചാർലി? നമസ്കാരം കാണിച്ചേ. നമസ്കാരം കാണിച്ചേ. നമസ്കാരം. ശങ്കരൻ വർത്താനം പറയാൻ പോവുകയാണ് അല്ലേ ഉണ്ണിക്കുട്ടാ? എന്താ ചോദിക്കാൻ പോണോ? ബിസ്ക്കറ്റ് വേണോ ചോദിച്ചാൽ മതി. ബിസ്ക്കറ്റ് വേണോ ചോദിച്ചു. ബിസ്ക്കറ്റ് വേണോ? എന്താ ബിസ്ക്കറ്റ് വേണോ?
ആ അത് ഒരെണ്ണം കൊടുത്തിട്ട് രണ്ടെണ്ണം കൊടുക്കാതില്ല. അവന് ഒരെണ്ണം ഇന്ന കാര്യമാണ്. ബിസ്ക്കറ്റ് വേണോ? ആ വേണോന്ന് പറഞ്ഞ കലിപ്പ്. എനിക്ക് വേണോന്ന് പറഞ്ഞില്ല എന്ന് വെച്ച് കലിപ്പാണ്. ആള് വർത്താനം പറയുന്നുണ്ട്. അത് ഒരെണ്ണം കൊടുത്തിട്ട് പുള്ളിക്കാരന്റെ പറ്റി ഒന്നും ആകില്ല. ഇതാണ് മസാജ് അല്ലേ? റെഡിയാക്കി എടുത്ത് ഇവനായിരിക്കും. പരിപാടിയവരാണ്. ഉണ്ണിക്കുട്ടന്റെ ശങ്കരൻ അത് നമ്മൾ ഇടാൻ പോകല്ലേ? കുളിച്ചേ കഴിഞ്ഞപ്പോ അത് ഇടുവാണ്. പക്ഷെ അത് ഇച്ചിരി ടൈറ്റ് ആയല്ലേ? അതിപ്പോ ശരി ടൈറ്റ് ആണ്. ചുറ്റി ഇടുവാണ്. എത്തുന്നില്ലല്ലേ? അത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇടുന്നതാണ്. ജസ്റ്റ് എത്തിയേ. കുഴപ്പമില്ല. അന്ന് വന്നപ്പോ ഫുള്ളായിട്ട് പിന്നെ ഇവന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു? ഇപ്പൊ സ്വഭാവത്തിൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഇച്ചിരിയും കൂടെ ശക്തി ഉണ്ട്. പക്ഷെ പിടിച്ചിട്ട് ഇച്ചിരി പാടാണ്. ഇപ്പൊ പിടിച്ചു നിർത്താൻ പാടാ. പിന്നെ പറഞ്ഞാ കേക്കണോണ്ട് കുഴപ്പമില്ല. പറഞ്ഞാ കേക്കാലേ പണി പാടൂല്ലേ? അല്ലെങ്കിൽ ഇത്ര വലുതാ ഞങ്ങളുടെ ഇവിടെ ആരും നിർത്തിയല്ലോ കൊടുത്ത് കാശ് മേടിക്കും. ആരെങ്കിലും ചോദിക്കാൻ വരാറുണ്ടോ? എല്ലാ ബുധനാഴ്ചയും വരും ഇതുങ്ങളുടെ കച്ചവടക്കാര്. അപ്പൊ എന്ത് ചെയ്യും? തരികരുത്. നാട്ടിൽ പോകത്തില്ല എത്ര കാശ് കിട്ടിയാലും കൊടുക്കില്ല അല്ലേ? അവൻ ചത്താരും ആർക്കും തിന്നാൻ പോലും ഞാൻ കൊടുക്കില്ല. കുഴിച്ചിട്ട് പോലെ ഇത്രേ ഉള്ളു. അതാണ് അവർ തമ്മിലുള്ള സ്നേഹം. ശങ്കരനും ഉണ്ണിക്കുട്ടും തമ്മിലുള്ള സ്നേഹമാണ് ഇപ്പൊ കണ്ടത്. ഇപ്പതേ ഇത്രയും വലിയൊരാളെ മടിയെ കിടത്തി ഉറക്കാൻ പോണല്ലേ? എങ്ങനെയാ ഉറങ്ങണ? കിടത്താൻ പോണേ. ഇങ്ങോട്ട് വാ ശങ്കു, ഇങ്ങോട്ട് വാ. ചൊറിയാം പിന്നെ ചൊറിയാം. ഇങ്ങോട്ട് വാടി. ഇപ്പൊ ഉണ്ണിക്കുട്ടൻ പറയണ അനുസരിച്ച് കേൾക്കാൻ പോണേ. ഇവനെ സ്നേഹിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അതാണ് കിടക്കുവാ. അതൊക്കെ ഇച്ചിരി പ്രയാസമല്ല. കിടന്നേ ശങ്കുമാൻ കട. എന്നെ പൊന്ന് കിടന്ന് എന്റെ പൊന്ന് കിടക്ക്. ഇത്രയുള്ള കാര്യം ഞങ്ങളുടെ കൊച്ചി. ഇനിച്ചിരി കയർ അയച്ചു കൊടുക്കണം കൊച്ചിന്. ഇതാവൂലേ? ആളെ കാണുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആൾക്ക് 2 വയസ്സേ ഉള്ളു. വന്ന് മടി കിടക്കാൻ പറഞ്ഞ മടി കിടക്കും. ഉടനെ ചാച്ചും കൊച്ചിപ്പ അല്ലേ? ചാച്ചാൻ പോണ്. ഇരുന്ന് കൊടുത്തേച്ചാ മതിയേ. ഞങ്ങൾ ഉറങ്ങും. ഇപ്പൊ ഉറങ്ങി. ഇത്ര ഉള്ളല്ലേ? ഞാൻ തൊട്ടോട്ടെ? അവിടെ ഇരുന്നാ പോലും അവനൊന്നും ചെയ്യില്ല. അത്രേ ഉള്ളു. അങ്ങനെ ശങ്കരൻ കിടക്കും. ശങ്കരൻ ഞാൻ കിടക്കണ പോലെ തന്നെ പുള്ളിക്കാരൻ ഇപ്പൊ കിടക്കും. എഴുന്നേറ്റ് നേരെ കിടക്ക. നമ്മള് കിടക്കണ പോലെ തന്നെ അവനും കിടക്കും. ബാ ചാച്ചിക്കോ. ബാ അങ്ങനെ കിടക്കൂല. അതുപോലെ കിടന്നില്ലേ? അതുപോലെ കിടന്ന് ഞാനും എന്റെ ശങ്കരൻ ഇപ്പൊ കുളിച്ചു വന്നാണ് കേട്ടോ. എന്നിട്ട് ആ മണ്ണിൽ അങ്ങ് കിടക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് പുള്ളിക്കാരൻ അതാണ്. ഉണ്ണിക്കുട്ട കിടന്ന അപ്പൊ കിടക്കും. പിന്നെ ഞാൻ എഴുതേക്കും പുള്ളിക്കാരൻ പുള്ളി എണീക്കും. അവിടെ പുള്ളിക്കാരന്റെ മേത്ത് ഇരുന്നാലാ കിടന്നാലോ ഒന്നും ഒരു വിഷയമില്ലേ? അവിടെ കിടന്നാലും വിഷയമില്ല. ഇങ്ങനെ കിടന്നോളൂ. അവര് തമ്മിലുള്ള സ്നേഹമാണ് കേട്ടോ. ശങ്കരന് ഒരു പ്രശ്നമില്ല. സ്നേഹമാണ്. അത്രേ ഉള്ളു കാര്യം. ഞാൻ അവനെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. അവൻ അതുപോലെ എന്നെ സ്നേഹിക്കുന്നു. അത്രേ ഉള്ളു. അത് എന്ത് ജീവിയല്ലേ? അങ്ങോട്ട് ഇഷ്ടപ്പെടും പോലെ ഇങ്ങോട്ടും. ശങ്കര ഇനി ഉണ്ണിക്കുട്ട വീട്ടിലുള്ളവരെ പരിചയപ്പെടാം. ഉണ്ണിക്കുട്ട ഇതാ ആരൊക്കെയാണ്? ഇതെന്റെ അമ്മ. ഇത് എന്റെ ചേച്ചി. ചേച്ചി പേരെന്താ? എന്റെ പേര് സിന്ധു. എങ്ങനെയുണ്ട് നമ്മുടെ ശങ്കരൻ? നല്ല സൂപ്പറായിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു അംഗാണവൻ. ഇപ്പൊ വീട്ടിലൊരാളെ പോലെ? പിന്നെ വീട്ടിലൊരാളെ പോലെ എന്നല്ല, ഞങ്ങളുടെ മെയിൻ ആളാണ്. ഞങ്ങൾ എന്തെടുത്താലും അവൻ ആദ്യം കൊടുത്തിട്ട് ഞങ്ങൾ ബാക്കിയുള്ള കാര്യമുള്ളൂ. കഴിക്കാനായാലും പശുവിനൊക്കെ കൊടുക്കണേ മുമ്പും കലക്ക് കൊടുത്തില്ല. പിന്നെ പുള്ളി കഴിക്കുക. പുള്ളിയാണ് പുള്ളി കൊടുത്തില്ല. പുള്ളി പിണങ്ങുമെന്നാ പറയുന്നത്. കലക്ക് കൊടുക്കണമെങ്കിൽ ഇവർക്ക് അവന് ആദ്യം കൊടുക്കണം. അവർക്ക് കൊടുത്ത ഇവന് കൊടുത്താൽ ഇവൻ നോക്കിയാലേ അത് കിട്ടും. പിന്നെ മാരിയൊക്കെ കൊടുക്കണം. അങ്ങനെയൊക്കെ കഴിക്കണം. പിണക്കം മാറണം. അല്ല കഴിക്കല. അപ്പൊ ശങ്കരൻ ഇച്ചിരി പിണക്കക്കാരൻ കൂടിയാണ്. പിന്നെ 2 വയസ്സല്ലേ ഉണ്ടല്ലേ? ചേച്ചിയുടെ പേരെന്താ? ആവണി. എങ്ങനെയുണ്ട് ആള് ശങ്കരൻ? സൂപ്പറാ. എല്ലാവർക്കും നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. കാണാൻ ഇച്ചിരി കാണാൻ വിളിക്കുമ്പോഴൊക്കെ നോക്കിയൊക്കെ ചെയ്യും. പേര് പറയാം എന്റെ പേര്. പിന്നെ വേറെ ആരും വന്ന് തൊടാനോ പിടിക്കാനോ ഒന്നും സംഭവിക്കില്ല. വഴിയെ പോണവരൊക്കെ ശങ്കരാന്ന് വിളിക്കാനോ വെള്ളത്തിൽ കിടക്കണമെങ്കിലും തലപൊക്കി അവർക്കോട്ട് നോക്കാം. ഇപ്പൊ കണ്ടു നമ്മളെ കടയിൽ പോയപ്പോ ചേച്ചി വിളിച്ചപ്പോ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ശങ്കരാന്ന് വിളിച്ചാൽ മതി. അവനോട് അവസ്ഥയൊക്കെ നോക്കും. മേടിക്കാനൊക്കെ ആള് വരുന്നുണ്ടോ?
ഒത്തിരി പേര് വന്നുണ്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞു പോണത് ആരെങ്കിലും വരികയാണെങ്കിൽ മേലെ വരാത്ത രീതിയിൽ വർത്താനം പറഞ്ഞു വിട്ടു അങ്ങനെ വിടാൻ പറ്റുവാ ആദ്യമായിട്ട് കണ്ട ആളുകൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വെറുപ്പിച്ചു നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഒരു പോത്തുള്ളതിനെ ഞങ്ങള് അത് ചത്താലും കൊടുക്കല അതിനെ തിന്നാൻ പോലും കൊടുക്കല. എല്ലാരും കേട്ടോ, ഈ ശങ്കരനെ എന്തായാലും അതിനായിട്ട് വരിക വേണ്ട, കൊടുക്കുകയില്ല. ഓക്കെ. അച്ഛന്റെ അമ്മയുടെ പേര് തങ്കമ്മ. തങ്കമ്മ. നമ്മൾ അന്ന് വന്നപ്പോ കണ്ടായിരുന്നു അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ ശങ്കരൻ? ശങ്കരൻ മിടുക്കൻ, ഞങ്ങളുടെ കുഞ്ചി പറഞ്ഞാ കേക്കും അല്ലേ? ഇപ്പൊ മടിയിലൊക്കെ കിടക്കും. ആളെ കാണുന്ന ആ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ, മനസ്സ് ചെറുതാ അല്ലേ? അമ്മയുടെ എങ്ങനെ വിളിച്ചോ ശങ്കരാന്ന് ഞാൻ വിളിച്ച് ടാറ്റായൊക്കെ കൊടുത്തിട്ടാ ഞാൻ പോണതും വന്നത്. എന്റെ സമയം അവനറിയാം. രാവിലെ പോണ അപ്പൊ ഞാൻ മടക്കുന്ന വരുമ്പോ ഞാൻ കിഴക്കോട്ടും നോക്കി നിൽക്കും. അപ്പൊ ഞാൻ ശങ്കരാന്ന് വിളിച്ച് ടാറ്റ കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് കേട്ടോ ശങ്കരൻ. ഇനി അടുത്ത ഉണ്ണിക്കൊണ്ടുള്ളത് ഇവരൊക്കെ ആരാണ്? ഇത് ശങ്കരന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് മേടിച്ചതാണ് ഇവര്. ഇവരുടെ പേര്? ഇവരുടെ പേര് കുഞ്ഞിപ്പെണ്ണെന്നാണ്. കുഞ്ഞിപ്പെണ്ണ്. ഇത് പാറു. ഇത് ഏത് ഇനത്തിൽപ്പെട്ട? ഇത് സഹിവാൾ ഇനത്തിൽപ്പെട്ടതാണ്. സഹിവാൾ ഇനത്തിൽപ്പെട്ട. ഇത് നമ്മുടെ ജേഴ്സിയാണ്. ജേഴ്സിയാണ്. ജേഴ്സി HF കൂടെ ക്രോസ് ബ്രീഡ് ആണ്. ഇതാണ് നമ്മുടെ അന്നത്തെ തൊഴുത്തല്ലേ? അന്നത്തെ തൊഴുത്ത്. ശങ്കരൻ ഇവിടെ കിടക്കണം. ശങ്കരന്റെ ലോക്കാണ് ഇവിടെ ഫ്രണ്ടിലായിട്ട് ശങ്കരൻ. ഓക്കെ. ഇവിടെയുള്ള എല്ലാവരും വർത്താനം പറയും. ശങ്കരൻ വർത്താനം പറയും. അടുത്ത ഇതാരാണ്? ചാർലി. ഇതെത്ര? 1. അടുത്ത് 2.